എപ്പോഴും രാമായണം നമ്മൾ എവിടെയാണോ നിർത്തിയത് ആ വരി തന്നെ വായിച്ചു തുടങ്ങണം എന്ന് പറയും. അതുകൊണ്ട് അവിടെ പറഞ്ഞത് ഈ മനുഷ്യനായി ജനിച്ചാൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സുഖിക്കാന്ന് വിചാരിക്കണ്ട. കാരണം ഇതെന്ന് പറഞ്ഞാൽ പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം എന്ന് രാമായണം പ്രത്യേകം പറയുന്നുണ്ട്. ആനയുടെ ശരീരം നോക്കൂ, വലിയ ശരീരം, അതിന് ഓടാനൊന്നും വയ്യ, പ്രാരബ്ധാണ് കഴിഞ്ഞ ജന്മത്തെ. നമ്മൾ ചിലരുണ്ടാവൂലേ ഇത്തിരി അധികം തടിയൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇതെൻ്റെ പ്രാരാബ്ധ, ഓടിപ്പടച്ച് അവിടെ പോയിട്ട് നിൽക്കാൻ വയ്യ, നന്നാക്കി നമസ്കരിക്കാൻ വയ്യ. എന്തുകൊണ്ടാ? നമ്മുടെ പ്രാരാബ്ധാണ്. അപ്പൊ ഇവിടെ പറയാ സീതാ അന്വേഷണം. സീതാദേവിക്ക് സങ്കടങ്ങളൊക്കെ വന്നു. ആ സമയത്ത് മാരീചന് മോക്ഷമൊക്കെ കൊടുത്തതിന് ശേഷം ശ്രീരാമചന്ദ്രൻ വരിക. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാസുരമെയ്തു കൊന്നു. വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി. അതിലാഗമക്കാതലായ രാഘവൻ എന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോളൂ, പുസ്തകം ഫോളോ ചെയ്യുന്നവർ. 4ാമത്തെ വരി. കാരണം നമ്മൾ ചൊല്ലിപ്പോകുമ്പോൾ ചിന്തിക്കാത്ത ഒരു വാക്കാണ്. എന്താണ് ഈ ആഗമക്കാതൽ? അതായത് വേദസാരം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വേദങ്ങളെ കുറിച്ച് അപ്പം നമ്മൾ അറിയണം. എന്താ വേദം? ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദങ്ങളാ. വേദം എന്ന് പറഞ്ഞാൽ വിദ് എന്ന ധാതുവിൽ നിന്നുണ്ടായതാണ് അറിവ് എന്നാണ് അർത്ഥം. വേദത്തിൽ നിറയെ അറിവുകളാ. വേദമന്ത്രം ചൊല്ലുമ്പോൾ കേട്ടിട്ടുണ്ടോ അവസാനം ഓം ശാന്തി ശാന്തി ശാന്തേഹേ എന്ന് പറയും. എന്തുകൊണ്ടാ? 3 ശാന്തി. എന്തിനാ നമുക്ക് 3 ശാന്തി? നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ 3 ദുഃഖങ്ങളാ. അപ്പോൾ ആ 3, അതായത് ദൈവികം ഭൗതികം എന്നൊക്കെ പറയും. ഈ ഓരോ വേദമന്ത്രങ്ങൾക്കും 3 അർത്ഥങ്ങളുണ്ട്. അതാണ് 3 ശാന്തി മന്ത്രം ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, ഈ വേദത്തിൽ എന്തെല്ലാം ഉണ്ട് അത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം ശ്രീരാമചന്ദ്രൻ വേദസാരം ആണ്, ആഗമക്കാതലാണ് എങ്കിൽ എന്താണ് വേദം പറയുന്നത്? എന്താണ് എന്ന് പറഞ്ഞാൽ ഇത്തിരിയെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ അതിൽ പറയുന്ന സൂക്തങ്ങൾ, ചെറിയ സൂക്തങ്ങളെങ്കിലും നമുക്കറിയണം. ഈ വേദം നമ്മുടെ സ്വന്തം അടിസ്ഥാന ഗ്രന്ഥ എന്ന് പറഞ്ഞിട്ട് അതറിയാതെ അങ്ങോട്ട് മരിച്ചു പോയാൽ നമുക്ക് നഷ്ടല്ലേ? മഹതോ വിനഷ്ടി. എന്താ പറയുന്നേ? ജിഹ്വാമേ മധുമത്തമാ. എത്ര നല്ലൊരു കാര്യ. എൻ്റെ നാവിൽ തേൻ തുളുമ്പുന്ന വാക്കുകൾ വരേണമേ ജഗദീശ്വര. എത്ര സുന്ദരമായിട്ട് ആ വേദം നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാവുകളിൽ നല്ലത് മാത്രം പറയാ.